കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും എന്നത്തെയും പോലെ ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയാണ്. നമ്മളിതാ സേഫ് ആയിട്ടിരിക്കുകയാണ്. അതേപോലെ ഇപ്പോൾ നമ്മളിതാ നമ്മുടെ ഡയാനയുടെ അടുത്തും അതേപോലെ തന്നെ ലൈക്കയുടെ അടുത്തും ഡെല്ലയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എങ്ങോട്ടാന്നല്ലേ? അപ്പോൾ നമ്മുടെ പറമ്പിൽ 2 മരം ഉണ്ട്, നമ്മുടെ ചാമ്പങ്ങ മരം. അപ്പോൾ 2 മരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത് നിൽക്കുകയാണ് ചാമ്പങ്ങ. അപ്പോൾ കുറേ ഇങ്ങനെ താഴേക്ക് വീട് കിടക്കണം. അപ്പോൾ എല്ലാവരും ചാമ്പങ്ങയൊക്കെ ഉണ്ടാകുന്ന ഒരു സീസൺ കൂടിയാണല്ലോ. അതേപോലെ ഇപ്പോൾ നമ്മുടെ അടുത്തും നല്ല രീതിയിൽ പഴുത്ത് നിൽക്കണം. അതായത് നമുക്ക് പോയിട്ട് ആവശ്യമുള്ള കുറച്ച് ചാമ്പങ്ങ പഴുത്ത് നോക്കിയിട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി വേണ്ടിയിട്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമുക്കിനി പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോയാലോ. ഒരാൾക്ക് ഇതാ ഇവിടെ ഡെല്ലയുടെ അടുത്തും ഡയാനയുടെ അടുത്തും എത്രയും യാത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല കേട്ടോ. അവരെയും കൂടെ കൊണ്ടുപോകാനുള്ള പരിപാടി തോന്നുന്നു. എന്തേ അഴിക്കുവാണോ? തുറന്നു വിടുവാണോ അവരെ? നമുക്ക് വന്നിട്ട് നോക്കാം. നമുക്ക് പോയിട്ട് വരാം. പോയിട്ട് വരാം. നമുക്ക് അപ്പോൾ ഇപ്പം നമ്മളിതാ നമ്മുടെ പറമ്പിൽ കൂടെയാണേ പോണത്. അതായത് നമ്മുടെ വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ ചാമ്പങ്ങ പറിക്കാൻ പോകുന്ന അവിടേക്ക് നമുക്ക് റോട്ടിൽ കൂടെ പോലും നമുക്ക് കറക്റ്റ് അവിടെ എത്തിയിട്ട്. അപ്പോൾ എന്നാലും നമുക്കിന്ന് പറമ്പിൽ കൂടെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ നമ്മുടെ പറമ്പിൽ കൂടെ പോകുമ്പോൾ നമ്മളിപ്പോൾ കൊലച്ച വാഴകളൊക്കെ കെട്ടി നിർത്തിയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാഴയുടെ ആ വള്ളിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളിതാ അടുത്ത കെട്ടം വാഴ വയ്ക്കാനുള്ള തയ്യാറെടുപ്പായിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ അതൊക്കെ വെക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കുഴികളൊക്കെ കുത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഴക്കന്ന് കൊണ്ടുവന്നിട്ട് ഇനി നടുവൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഇനി ചെയ്യാണ്ട്. അതേപോലെ തന്നെ ഈ കുഴികളിലൊക്കെ നമ്മളിതാ കുമ്മായി ഇട്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മണ്ണിൻ്റെ pH ഒക്കെ കറക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ നടുന്ന ഒരു വിളക്കൊക്കെ അടിപൊളിയായിട്ട് വളരാനും അതിൻ്റെ ഒരു മണ്ണിൻ്റെ ഗുണമേന്മയൊക്കെ കുറച്ചുകൂടി കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും നല്ലൊരു മഴയും കൂടി കിട്ടിയപ്പോൾ നമ്മളിട്ട് ആ ഒരു കുമ്മായൊക്കെ നല്ല രീതിയിൽ, അതായത് കക്കാന്നും പറയും കേട്ടോ. അപ്പോൾ എന്നാലും ആ ഒരു കക്കാലേക്ക് കുമ്മായി അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു കുഴികളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടേ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉള്ള സ്പേസ് ഫുള്ള് എടുത്ത് നമ്മളിതാ വാഴക്കുഴിയൊക്കെ കുത്തിയിട്ടിരിക്കുക തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു കുഴിയൊക്കെ നമ്മളിപ്പോൾ നേന്ത്രവാഴ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ കുത്തിയിട്ടിട്ടുള്ളത്. മാത്രമല്ല നമ്മളിപ്പോൾ വിത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല സാധനം. അപ്പോൾ കിട്ടിയിട്ട് വേണം നമുക്ക് എന്തായാലും ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ വാഴയുടെ കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വിത്തൊക്കെ കൊടുത്തതിന് ശേഷം അതൊക്കെ കുറച്ച് വലുതായിട്ട് വേണം നമുക്ക് ഈ ഒരു ഇവിടെ കുറച്ച് ചോലയൊക്കെ ഇറക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ടൊന്ന് ഇറക്കൊക്കെ വേണം. അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ വഴിക്ക് നടക്കും. നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആനയുടെ പ്രിയപ്പെട്ട ഭക്ഷണം കണ്ടത്. ഇതാണ് സംഭവം. അപ്പോൾ കുറേ പേർക്ക് മനസ്സിലായില്ലേ തന്നെ സംഭവം. പനയാണ്, ഏതാ പനയോലകൾ കുറേ ഉണ്ട് ഇതിൽ. അപ്പോൾ അപ്പുറത്തായിട്ട് ഒരു ചെറുതുണ്ട്. ഇത് കുറച്ചുകൂടി സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് വലുപ്പമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പനയുടെ നല്ല കിളിന്ത് ആയിട്ട് വരുന്ന കണ്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. ഇതെന്താന്ന് മനസ്സിലായോ? ഇതെന്താ വേണോ അത്? പിന്നെ പറിക്കാട്ടോ, മുള്ളുണ്ട്, മുള്ളു കിട്ടും. ഗൈസ്, അപ്പോൾ നോക്കി എൻ്റെ കയ്യിലുള്ള ഈ ഒരു സംഭവം കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇപ്പം മനസ്സിലാവാത്തവർക്ക് തമിഴിലേക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവേ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുള്ള വാഴ നോക്കി ഇപ്പോൾ ഈ സ്റ്റേജിൽ എത്തിയിരിക്കും കേട്ടോ, കൊലച്ചിട്ട്. ഇപ്പോൾ കൊല ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ ആ ഒരു ഓരോ പടലയ്ക്കും കവറിങ് ആയിട്ട് വരുന്നത്, അതായത് ആ ഒരു പടലേനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ചെറുകായകളൊക്കെ ഉണ്ടാവില്ല, ചെറുകായയുടെ പഴങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്ര ചെറുതാലേ ഇതേപോലൊരു സംഭവം ചെറുതീരം നമ്മൾ അതിന് തേനൊക്കെ കുടിക്കാറില്ല. അപ്പോൾ ഇത് എന്ത് വലുതാലോ. അപ്പോൾ നേന്ത്രവാഴ അത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്നാലും ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കൊലകളൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെ പലതും അതായത് നേരത്തെ കുലയ്ക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് മൂക്കുന്നുണ്ട് കൊലകൾ. അപ്പോൾ ഇത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കുലച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈ ഒരു വഴി കൂടെ ഇങ്ങനെ പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്നാലും കുറച്ച് കാടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും കാടയ്ക്ക് നമുക്ക് അധികം വൈകാതെ തന്നെ ഒന്ന് വെട്ടാനൊക്കെ ഉണ്ട്.
പിന്നെ നടക്കണോ? അങ്ങനെ എത്തിയിട്ട് നമ്മൾ നടക്കാം കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു കൊടിയിൽ ഫുള്ളായിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊടിയൊക്കെ നമുക്ക് നേരത്തെ തന്നെ നല്ല രീതിയിൽ മൂത്ത് പഴുത്തായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ പറിച്ചിപ്പോൾ നമുക്ക് ഒരു മുളക് പോലും അരിയില്ല കേട്ടോ, എല്ലാം പറിച്ചല്ലോ. പുറത്തേക്ക് നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ അവിടെ പറമ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വെയിലിൻ്റെ ശക്തി അറിയുന്നതേ ഇല്ല കേട്ടോ. നമുക്ക് നല്ലൊരു കൂളിംഗ് ആണ് ഇവിടെ. കാരണം ഏലത്തിൻ്റെ ആയാലും കൊടിയായാലും ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് അധികം തണുപ്പായിട്ട് വരുന്നത്. അതായത് ചൂടിൻ്റെ ശക്തി ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി പോകാൻ കേട്ടോ നമുക്ക് താഴേക്കൊരു കുത്തനുള്ളൊരു ഇറക്കാണ്. അപ്പോൾ നല്ല ഒരു ഇറക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഇറങ്ങി പോവാം നമുക്ക്. അതാ നമ്മുടെ ഈ ഒരു കൊടിയിലൊക്കെ മുളക് വീണ്ടും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുളക് പറിക്കുന്ന ഒരു ടൈമിൽ ഈ ഒരു കൊടിയിലുള്ള മുളകൊക്കെ അധികം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പിഞ്ചായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മൂത്ത് മുകളിലേക്ക് കുറച്ച് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അന്ന് പറിക്കുന്ന ടൈമിൽ ചെറുതാന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ മൂത്ത് പഴുത്ത് തുടങ്ങിയതുകൊണ്ട് നമുക്കിനി അധികം വൈകാതെ തന്നെ ഈ ഒരു കൊടിയിൽ നിന്ന് മുളകൊക്കെ പറിച്ചെടുക്കാനുണ്ട്. അതേപോലെ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ നടന്നപ്പോഴാട്ടോ കണ്ടത്. അപ്പോൾ കുറച്ച് കൊടിയിലൊക്കെ ഇതേപോലെ മൂത്ത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല അധികം വൈകാതെ തന്നെ നമ്മൾ പറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മുളക് പറിക്കുന്ന ചേട്ടന്മാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് അടുത്ത സെക്ഷൻ ഇതാ പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ എല്ലാവരും. എൻ്റെ പൊന്നോ, ഇത് നമ്മൾ എന്തേ കാണുന്നത് നോക്കി. ആ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരാളിതാ നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്നേക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം മഴയൊക്കെ ആ ഒരു തണുപ്പൊക്കെയാണല്ലോ. അപ്പോൾ ആ വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാവണം. അതാ കറക്റ്റ് ആ വെയിലത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടേ. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ചാമ്പങ്ങ പറിക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായത്. പക്ഷെ നമ്മളിതാ ചാമ്പങ്ങ മരത്തിൻ്റെ ചോട്ടി പോയപ്പോഴത്തേനും കാറ്റും മഴയൊക്കെ ആയിരുന്നല്ലോ കുറച്ച് സൈഡ്. നമുക്ക് അടിപൊളിയായിട്ട് മഴയും കാറ്റിനെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റിലും മഴയിലും നമ്മുടെ ആ ഒരു ഉണ്ടായിട്ടുള്ള ചാമ്പങ്ങ ഫുള്ളായിട്ട് തന്നെ പൊഴിഞ്ഞ് താഴെ കൂടെ കിടക്കുവാണ്. അപ്പോൾ നല്ല ഇതിൽ മൂത്ത് പഴുത്ത് നല്ല റെഡ് കളറായിട്ട് ഫുള്ളായിട്ട് തന്നെ ആ ഒരു ചാമ്പ മരത്തിൻ്റെ ചോട്ടി കൂടെ ഫുള്ളായിട്ട് നിറഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് മരത്തിൽ പറിക്കാനായിട്ട് ഒന്നുമില്ല, എല്ലാം താഴെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാണ് കുറച്ച് മാങ്ങ കണ്ടത്. അപ്പോൾ നല്ല മൂവാണ്ട മാങ്ങ, അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് പറിച്ചെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നാലും കുറച്ച് പറിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ താഴ്ഭാഗത്തായിട്ടും കുറച്ച് വെള്ളയ്ക്കായിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അത്യാവശ്യം വലുപ്പം വെക്കുന്നതാണ്, ഒരുപാട് വലുപ്പം വെക്കുന്നില്ലെങ്കിൽ കൂടി. അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് മാത്രം പറിക്കണം. കാരണം അത്യാവശ്യം വലുപ്പം വെക്കുന്നതോടെ നമുക്ക് ഇപ്പോൾ തന്നെ പറിച്ചിട്ട് ഫുള്ളായിട്ട് വേസ്റ്റ് ആയിക്കളാം. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ചൊന്ന് പറിക്കാം ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ മാങ്ങ പറിച്ചിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഒരു പാത്രവും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മളതൊരു പാള വെട്ടിയെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിൽ നമുക്ക് മാങ്ങ പറിച്ചത് ഇടണം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു പാളയൊന്ന് കറക്റ്റ് ഒന്ന് കെട്ടി റെഡിയാക്കണം. നമുക്ക് മാങ്ങ സേഫായിട്ട് വീട്ടിലേക്ക് എത്തിക്കണല്ലോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ അതൊന്ന് കെട്ടി റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു കയറെടുക്കണം. അപ്പോൾ ആ കയറത്തോട് ഇഷ്ടം പോലെ തന്നെ ഉണ്ട് നമ്മുടെ വാഴയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു കയറൊന്ന് എടുക്കാം. നമുക്ക് മുറിക്കാനൊന്നും ഇല്ല കേട്ടോ, നമുക്ക് കറക്റ്റ് അളവിലുണ്ട് കയറിവിടെ. ഇതിലെടുക്കാം.
മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പാളയ്ക്കൊക്കെ അത്യാവശ്യം ഒരു മയണ്ടേ. എന്താ ആവണിക്കുട്ടി? നമുക്ക് മാങ്ങ പറിച്ച് ഇട്ടിട്ട് പോകാനാണേ കേട്ടോ. വിട് അമ്മ കെട്ടാം. എന്താ അതിൻ്റെ ഇടയിലിതാ ഇവിടെ ഒരാൾ മാങ്ങയൊക്കെ പറിച്ച് കഴിക്കാൻ തുടങ്ങി. ആൾക്ക് മാങ്ങയുടെ പുളിയൊന്നും ഒരു പ്രശ്നമില്ല. പുളിയുണ്ടോ? പുളിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നിരിക്കുവാണേ. പുളി ഉണ്ടല്ലോ. നിനക്ക് പുളിയില്ല? എന്താ നമ്മൾ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നിൽക്ക് കൈ തട്ടും. അമ്മയുടെ പൊന്നിൻ്റെ കയ്യേ മുറിയും വാവും ആവും. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ഈ ഒരു സൈഡിലൂടെ ഒന്ന് കെട്ടിയെടുക്കട്ടെ. അയ്യോ ഇപ്പോൾ പോയേനെ. മാങ്ങ കഴിച്ചോട്ടോ. മാങ്ങ കഴിച്ചോ. അക്കി എന്താ ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലാന്നിട്ട് പുളിയൊന്നും ഇല്ലാന്നിട്ട് കഴിക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ തുപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. പുളി ഉണ്ട് ഇല്ലേ? അവള് മാങ്ങ കഴിക്കുന്നതാണ് എനിക്ക് തന്നെ എൻ്റെ പല്ല് പുളിക്കുന്നുണ്ട്. കാരണം നമ്മുടെ മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പൊ മൂവാണ്ടൻ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളി തന്നെയാണല്ലോ. കൈ മുറിയും. ഇതെന്തിനാ ഇത്? വാങ്ങിട്ടിട്ട് പോവാ. ഒരു വഞ്ചിയുടെ സെറ്റപ്പ് ആയില്ലേ? അപ്പൊ കുറച്ച് മാങ്ങയാണല്ലോ നമ്മൾ പറിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പാള തന്നെ ധാരാളം. ഇതാ നമുക്ക് കൂട്ടത്തിൽ അത്യാവശ്യം വലുപ്പമുള്ളത് നോക്കിയിട്ടൊന്ന് പറിച്ചെടുക്കട്ടെ. മാങ്ങ പറിക്കുമ്പോൾ ആ ഒരു ചുണങ്ങ് നമ്മുടെ ദേഹത്തായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ആ ഒരു ചുണങ്ങ് ആവാത്ത രീതി നമുക്ക് ദേഹത്തേക്ക് വരാത്ത രീതി പറിച്ചെടുക്കട്ടെ. മൂന്നെണ്ണം ഒരു കൊലയിലായിട്ട് നിൽക്കുവാണേ. മൂന്നും അങ്ങ് പറിച്ചാലോ? മാങ്ങയുടെ ചുണങ്ങാവും ദേഹത്ത്. എന്തോ ഇവിടെയുണ്ട്. മൂത്ത് താഴെ അടിച്ചിട്ട് പറിക്കണായിരിക്കും നല്ലത്. ഉറുമ്പുണ്ട് കേട്ടോ. കടിക്കുന്ന ഉറുമ്പാന്ന് തോന്നുന്നല്ല, കറുത്ത ഉറുമ്പുകളാണ് കുറേ ഉണ്ട് കേട്ടോ. ആ ഒരു മാങ്ങയുടെ അത് പൊട്ടിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് കയറുന്നത്. അപ്പോൾ ഇത്രയും മാങ്ങ മതി കേട്ടോ നമുക്ക്. നമുക്ക് വേണ്ട മാങ്ങ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവുമല്ലോ. അപ്പോൾ എന്തായാലും വലുതായി മൂത്തിട്ട് നമുക്ക് പറിക്കാം. മാങ്ങയൊക്കെ പറ്റൂടാ. അങ്ങനെ ഇതാ നമുക്ക് വേണ്ട മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പറിച്ചെടുത്ത മാങ്ങ കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മൾ പറിച്ചെടുത്ത മാങ്ങ കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറി 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മഴ പെയ്തു പോയിട്ട്. അപ്പോൾ ഒരുപാട് ശക്തിക്കല്ല, എന്നാലും കുറച്ചൊരു ചാറ്റൽ മഴ പോലെ ഒന്ന് പെയ്തു പോയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വീട്ടിലെത്തിയതിന് ശേഷം പെയ്തുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട്. കാരണം നമ്മൾ ആവണിക്കുട്ടിനും കൂടി എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മഴയത്ത് നമ്മുടെ ആവണിക്കുട്ടി നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പറിച്ചെടുത്തുള്ള മാങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കഴുകി നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു 2 മാങ്ങ നമുക്ക് എടുക്കാം.
ഇടികല്ലിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇടിക്കാം മാങ്ങ. പെട്ടെന്ന് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് മാങ്ങ. അപ്പോൾ ഇവിടെയൊക്കെ മാങ്ങയുടെ സീസണായ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയല്ലേ. നല്ല പുളിയുള്ള മാങ്ങയാണ്, മൂവാണ്ടൻ മാങ്ങയാണല്ലോ. ഇന്ന് ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മുളക് കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആവണിക്കുട്ടിക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ആൾക്ക് പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ഇഷ്ടമാണ്. കാരണം നമ്മൾ മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം അവൾക്ക് കൂടി കൊടുക്കേണ്ടതുകൊണ്ട്. കുഞ്ഞല്ലേ, ഞാൻ കുത്തുന്തോറും ഇതിന്റെ സൈഡിൽ കൂടെ തെറിച്ച് പോകുന്നുണ്ടേ. ആ ഒരു എരിവും ഉപ്പൊക്കെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് പിടിക്കട്ടെ. നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മാങ്ങ പീസായിട്ട് നന്നായിട്ട് തിരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പഴുപ്പ് പോലത്തെ സംഭവം, അപ്പോൾ അത് ഫുള്ളായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ്, കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം തന്നെ വായിലിങ്ങനെ വെള്ളം വരുന്നുണ്ടേ. ആ ഒരു മാങ്ങയുടെ ഒരു എരിവും അതേപോലെ തന്നെ ഒരു പുളിയും പിന്നെ ഒരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും എല്ലാം പാടെ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കട്ടെ. മുളക് പൊടി നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു ഉപ്പും അതേപോലെ തന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറൊക്കെ വന്ന് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പൊതുവെ മാങ്ങയുടെ ഒക്കെ ഒരു സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും എന്തായാലും മാങ്ങ കിട്ടാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും മാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കാരണം അധികം ടൈമും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്താ പറയുക, അച്ചാറൊക്കെ കഴിക്കുന്നതിനേക്കാൾ എന്തോ അടിപൊളി ടേസ്റ്റ്, ഒരു എന്താ പറയുക പണ്ടത്തേക്ക് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫ്ലേവർ പോലെയൊക്കെ തോന്നിയിട്ട് എന്തായാലും അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാലും ആവണിക്കുട്ടി എണീച്ചതിന് ശേഷം നമുക്ക് ആവണിക്കുട്ടിക്ക് ഒന്ന് കൊടുക്കണം. ആവണിക്കുട്ടിക്ക് ഉള്ളത് അധികം എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആവണിക്കുട്ടി കുഴപ്പമില്ലാതെ തന്നെ കഴിച്ചോളൂ. പിന്നെ ആൾക്ക് എരിവും അതുപോലെ തന്നെ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും അവൾക്കൊന്ന് കൊടുക്കണം. അപ്പോൾ എന്നാലും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ പുതുതായി നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിച്ചിട്ടാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് എടുക്കാൻ. ബൈ.